ഗൗരവ് ഗൊഗോയിയെ എംപിമാരുടെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തരുതെന്ന അസം മുഖ്യമന്ത്രി. ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ ഇന്ത്യയിൽ താമസിക്കുമ്പോഴും പാക് NGOയിൽ നിന്ന് പണം കൈപ്പറ്റിയിരുന്നു. ദേശീയ സുരക്ഷ കണക്കിലെടുത്ത് ഗൊഗോയെ ഒഴിവാക്കണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടു. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, കോൺഗ്രസിൽ ഉള്ള കാലത്തെ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ശത്രുവാണ് ഗൗരവ് ഗൊഗോയ്. കോൺഗ്രസിലെ ഈ മൂപ്പിളമ തർക്കത്തിലാണ് ശർമ്മ പുറത്തുപോയതും. ഇപ്പോഴും ആ ഒരു ഗ്രഡ്ജ് എന്തായാലും ശർമ്മയ്ക്കുണ്ടാവും. കോൺഗ്രസ് പുറത്തുവിട്ട പട്ടികയിൽ, അതായത് ഔദ്യോഗികമായി കോൺഗ്രസ് അറിയിച്ച പട്ടികയിൽ തന്നെ 2ാം സ്ഥാനം ഗൗരവ് ഗൊഗോയി ആണ്. ഗൊഗോയി ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ, അതോ BJPയുടെ ഒബ്ജക്ഷൻ കാരണം ഗൊഗോയി ഈ ഡെലിഗേഷനിൽ നിന്ന് സ്ഥാനം പിടിക്കാതെ പോകുമോ? അഭിലാഷ്, ഒരു കാര്യം ഉറപ്പായി, ഗൗരവ് ഗൊഗോയി പട്ടികയിൽ ഉൾപ്പെടില്ല എന്നുള്ളത്. ഗൗരവ് ഗൊഗോയിക്ക് പിന്നാലെ സയ്യിദ് നാസിർ ഹുസൈനും ഉൾപ്പെടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഗുരുതരമായ ഒരു ആരോപണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഹിമന്ത ബിശ്വ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്ത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഒരു NGOയിൽ നിന്നും ഇവിടെ ഇന്ത്യയിൽ താമസിക്കുമ്പോഴും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2, അട്ടാരി അതിർത്തി വഴി ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാനിലേക്ക് പോവുകയും 2 ആഴ്ച അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഡൽഹിയിലുള്ള പാക് ഹൈക്കമ്മീഷനിൽ സ്ഥിരമായിട്ട് ഗൗരവ് ഗൊഗോയ് സന്ദർശിക്കാറുണ്ട് എന്നുള്ളതും ഹിമന്ത ബിശ്വ ആവർത്തിച്ചുള്ള ആരോപണമാണ്. അതിപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നുണ്ട് ഹിമന്ത ബിശ്വ. അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഈ പേര് നീക്കം ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം സയ്യിദ് നാസിർ ഹുസൈനെതിരെ BJP തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കർണാടകയിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയം നേടിയ ശേഷം അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആ വിജയാഹ്ലാദ പ്രകടനത്തിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നു. ആ മുദ്രാവാക്യം വിളിച്ച ആളെ ഇപ്പോൾ നീക്കൊണ്ട് തന്നെ ഗൗരവ് ഗൊഗോയിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്.